ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ട് എന്ന് പറയുന്നത് റവയും അതുപോലെ തന്നെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് കാണാം. നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലിട്ടിട്ടാണ് നമ്മളെല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1.25 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്തോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2-3 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ റവ അളന്നിട്ടുള്ള അതേ കപ്പിൽ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് ചെറിയ ചൂടിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാക്കിയെടുക്കാം. നമ്മളിനി വേറെ ഒന്നും ചെയ്യേണ്ട. ഇതൊന്നും ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഒന്നും കൂടെ ഒന്ന് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം പാനിൽ ഒഴിച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം. ഇനി നമ്മൾ ഏറ്റവും ചെറിയ തീയിൽ ചുട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ 3 തവി ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചുട്ടെടുക്കുക. അപ്പം നമ്മൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്താലും പെട്ടെന്ന് തന്നെ ആവും. അതുകൊണ്ട് ടെൻഷനൊന്നും അടിക്കണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. അതായത് ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു അപ്പം റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് ബബിൾസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ റവയാണ് ചേർത്ത് കൊടുത്തതെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും ട്രൈ ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇതിനൊരു നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നമുക്ക് കറി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ടോ തേൻ കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തേൻ കൂട്ടിയിട്ടാണെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇത് നമ്മളിനി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോഴത്തേക്കന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. കണ്ടോ, ഈ ഒരു പരുവത്തിലായി കിട്ടും. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് മുറിക്കുമ്പം തന്നെ നല്ല സോഫ്റ്റാണ്. ഇതിനുള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഞാനിത് കൂട്ടി കഴിക്കുന്നത് ഒരു ചട്നീൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ ഒരു ചട്നി റെസിപ്പി പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേന് ചേർത്ത് കൊടുക്കട്ടോ. തേന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്